ഞാൻ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇവിടെയാണ് ഈ പോയിന്റ് ST44 എന്ന് അറിയാം. അക്യുപഞ്ചറിലെ ഒരു പോയിന്റാണ് വേദന കുറയ്ക്കാൻ, പെയിൻ കില്ലർ, അനസ്തേഷ്യ പോയിന്റ്. പിന്നെ അദ്ദേഹത്തിന് ഇവിടെ നീര് പോവാൻ ഇവിടെ SP9 എന്ന് പറയും ഈ പോയിന്റ്. ഈ SP9 ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഒരു 3 പ്രാവശ്യം ട്രീറ്റ്മെന്റ് കൊടുത്താൽ തന്നെ നീര് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് രക്തോട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് LI4 എന്ന് പറയും അക്യുപഞ്ചർ. LI4 ഈ പോയിന്റിൽ തലവേദന മാറും, രക്തോട്ടം വർദ്ധിപ്പിക്കും, പിന്നെ പുറം വേദന മാറും, പല്ലുവേദന മാറും ഒക്കെ. LI4 എന്ന് പറയും അക്യുപഞ്ചറിലെ ഒരു പ്രധാന പോയിന്റ്. ഞാൻ കൊടുത്തിരുന്ന ട്രീറ്റ്മെന്റ് LU9 എന്ന് പറയും. ഇവിടെ ഒരു പോയിന്റ് വാസ്കുലർ പോയിന്റ് എന്ന് പറയും. അതായത് ഇംഗ്ലീഷ് മെഡിസിനിൽ നമ്മൾ വെയിൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ തത്വം തന്നെ ഇതില്. വെയിൻസ് ഓപ്പൺ കാന്തിക ശക്തി ഉള്ളതാ ഈ സൂചികൾക്ക്. ഒരു പിന്നെ ആ പോയിന്റുകൾ, എനർജി പോയിന്റുകളിൽ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ ആ എനർജി പാസ് ചെയ്തിട്ട് നമ്മളെ ഇംബാലൻസ്, അതിന്റെ ഏത് എലമെന്റിലാണോ ശരീരത്തിൽ ഏത് ഭാഗത്താണോ ഇംബാലൻസ് അത് കറക്റ്റ് ചെയ്യും. ഈ സൂചി മാത്രമേ ചികിത്സയിലുള്ളൂ? സൂചി ഉണ്ട്, പ്രഷർ കൊടുക്കാം. ഇദ്ദേഹത്തിന് ഇപ്പൊ സൂചി വെക്കാൻ മടി ഉണ്ടെങ്കിൽ കുറച്ചു നേരം പ്രഷർ കൊടുത്താൽ തലവേദന മാറുന്നുണ്ട്. മെഡിസിൻ ഒന്നുമില്ല. പിന്നെ ചില ഫുഡുകൾ, ഇപ്പൊ ഇദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിരുന്നു, പ്രഷറിന് ഞാൻ ഈ പോയിന്റിലാണ് ട്രീറ്റ്മെന്റ്. LI11 ഈ പോയിന്റ് അക്യുപഞ്ചർ. ഇതില് മൂപ്പർക്ക് സൂചി നീഡിൽ ചെയ്യുമ്പോൾ നീഡിൽ ചെയ്യുന്നതിന് കൂടാതെ ബീട്രൂട്ട്, ഉറുമാമ്പഴം, പോമിഗ്രാനൈറ്റ്, പിന്നെ ഇഞ്ചി, ഇത് 3 കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ആദ്യം തുടക്കത്തിൽ കുറച്ച് കഴിച്ചിരുന്നു. ആ ഫുഡും കൂടി ആകുമ്പോൾ ഇത് പൂർണ്ണമാകും ചികിത്സ. ഫുഡ് ഒന്ന് നോക്കണം. ഇങ്ങനെയാണ് ഇത്. പ്രഷറിനാണെങ്കിൽ ഒരു 4-5 ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രഷർ നോർമലാവും. ഈ നീഡിൽ ചികിത്സയും അതിൻ്റെ കൂടെ ചില ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇദ്ദേഹത്തിന് പ്രഷർ ഞാൻ ഇവിടെ വരുമ്പോൾ 139 ആയിരുന്നു, അതിപ്പോ 120 ആയി. ഇനി ഞാൻ രാവിലെ വന്നിരുന്നു, അപ്പം മൂപ്പർക്ക് നോക്കിയപ്പോൾ പ്രഷർ 119 ആയിരുന്നു. ഇപ്പം 120 കറക്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും അഡ്ജസ്റ്റ്മെന്റ് പോയിന്റാണ് അക്യുപഞ്ചറിൽ LI11 എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ പ്രഷർ നോർമലാവും. വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി വെറുതെ കാശ് കളയുന്നതിന് പകരം കുറഞ്ഞ ചെലവില് ഞാൻ ഇദ്ദേഹത്തിനോട് അങ്ങനെ ഫീസൊന്നും വാങ്ങിക്കാറില്ല. മൂപ്പരോട് നിങ്ങൾക്ക് ചോദിക്കാം. അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ പൈസ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും, ജനങ്ങൾക്ക് ഉപകാരം.